ഹായ് വെൽക്കം ടു MouseTrack. ഇന്ന് vLookup ചെയ്യുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള നിരവധി എററുകളുണ്ട്, തെറ്റുകൾ. അത്തരം തെറ്റുകളിൽ ഒന്നാണ് ഇവിടെ നോക്കുന്നത്. അതായത് നമ്മൾ നമ്പറാണ് ഇവിടെ, ഉദാഹരണത്തിന് ഇവിടെ ഈ നമ്പർ ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ റെക്കോർഡിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ലുക്കപ്പ് ചെയ്യാനുള്ള ഡാറ്റയിൽ ഒരു 5 ഡാറ്റ എടുത്തിട്ടുണ്ട്, 5 നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് ഇത്രയും സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രം ഇതിൽ നിന്ന് അതിന് വലതുഭാഗത്തുള്ള നെയിം ഇവിടേക്ക് പുൾ ചെയ്യണം ലുക്കപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള എററുകൾ എന്തൊക്കെ സംഭവിക്കാമെന്നുള്ളതിന് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി നമ്പർ ടെക്സ്റ്റായി ഫോർമാറ്റ് ചെയ്യുമ്പം, അതായത് ഫോർമാറ്റിംഗ് ഇഷ്യൂസിൽ സംഭവിക്കുന്നത്. നമ്മളിവിടെ ലുക്കപ്പ് ഫംഗ്ഷൻ ഇടാൻ പോവാണ്. നമ്മൾ സാധാരണ പോലെ ക്ലിക്ക് ചെയ്യുന്നു, vLookup എടുക്കുന്നു, ഫൈൻഡ് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്തു, ടേബിൾ ആരെ F4 അടിക്കുന്നു കോൺസ്റ്റൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഡാറ്റയാണ്, അതായത് രണ്ടാമത്തെ കോളം. എക്സാക്റ്റ് ലുക്കാണ് വേണ്ടത് 0. ഓക്കെ, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി താഴത്തേക്ക് ഫംഗ്ഷൻ വലിക്കുകയാണ്. ഇതിലിപ്പം 2 എറർ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. 10,264 ഇതിലുണ്ട്, 10,264 ഇതിലുണ്ട്. അതേപോലെ 10,272 അതും ഇവിടെ ഉണ്ട്. അതിനൊന്ന് ശരിക്കൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ 10,264 മേലെയും 10,272 മേലെയും അത് രണ്ടും തന്നെയാണ് ഇവിടെ എററായിട്ടുള്ളത്. ഒരു പച്ച ഫ്ലാഗ് കാണാം. ഈ ഫ്ലാഗ് സൂചിപ്പിക്കുന്നത് ഇത് നമ്പറായിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിലും സിസ്റ്റം എടുത്തിരിക്കുന്നത് ടെക്സ്റ്റായിട്ടാണ്. അതേസമയം ഇവിടെ നമ്പറായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഒരു ടെക്സ്റ്റായിട്ടുള്ള 10,264 നമ്പറായിട്ടുള്ള 10,264 തമ്മിൽ ലുക്കപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടും ഡിഫറൻ്റാണ് എക്സലിനെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇപ്പോൾ 1, 2 ഒക്കെ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, കൺവേർട്ട് ടു നമ്പർ ആക്കുന്നതോടുകൂടി നമ്മളിവിടെ ക്ലിയർ ആകുന്നുണ്ട്. ഇതും കൺവേർട്ട് ടു നമ്പർ ക്ലിയർ ചെയ്തോട് ഇവിടെ വന്നു. പക്ഷേ ഒരുപാട് ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾക്കിങ്ങനെ ഓരോന്നിൻ്റെ സ്ഥലത്തും പോയിട്ട് ഓരോന്നിൻ്റെയും ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് ടു നമ്പർ ചെയ്യുന്നത് എളുപ്പമല്ല. അത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരു കോളത്തിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക, അതിനെ കോപ്പി ചെയ്യുക. നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയില്ലെങ്കിൽ ഫുള്ളായിട്ട് തന്നെ സെലക്ട് ചെയ്യുക, ഫുൾ എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് സ്പെഷ്യൽ എടുക്കുക, വാല്യൂസ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഓപ്പറേഷൻ മൾട്ടിപ്ലൈ, പേസ്റ്റ് ചെയ്യേണ്ടത് വാല്യൂ സെറ്റ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫിഗറിൽ മാറ്റം വരില്ല. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതോടുകൂടി ടെക്സ്റ്റ് ആയിട്ടുള്ള സാധനം നമ്പറായി ഇവിടെ റിസൾട്ട് ക്ലിയറായി. ഇനി വീണ്ടും ഞാൻ Ctrl+Z അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇതെന്താണെന്ന് ഓരോന്നും ഇൻഡിവിജ്വലി ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. തെറ്റിയിട്ടുണ്ട്, ഒരു X അധികമുണ്ട്, ഫാൾസാണ്, ടെക്സ്റ്റ് അല്ല എന്നുള്ളത്. ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കണം. ഇവിടെ ട്രൂ ആണ്. ഇത് രണ്ടും ട്രൂ ആണ്, ഇത് രണ്ടും ടെക്സ്റ്റാണെന്ന് അർത്ഥം. ഈ രീതിയിലും നമുക്ക് ഫോർമാറ്റിംഗ് കണ്ടെത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.